അങ്ങ് കണ്ടിന്യൂ. കണ്ടിന്യൂ ചെയ്യാൻ പോയപ്പോ എന്താ പറഞ്ഞത്, എവിടെയാ നിർത്തിയത് എന്ന് കുഴൽനാടൻ തന്നെ പിടുത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. വന്യജീവി ആക്രമണം വന്യജീവിയുടെ അക്രമവുമായി ബന്ധപ്പെടാത്താണ് സർ വന നിയമം. ഒരു സമരം, മലയോര സമരയാത്ര നടത്തുന്നത്, മലയോര ജാഥ, അത് നൈസായിട്ട് പാളിപ്പോയി. ആ നിയമം തന്നെ ഇവന്മാര് പിൻവലിച്ചു കളഞ്ഞു. എല്ലാത്തിനും ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. നമസ്കാരം. നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ. സമ്മേളനത്തിൽ രസകരമായ കുറെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. ഇന്ന് ഞാൻ കണ്ട ഒരു സംഭവം അടിയന്തര പ്രമേയത്തിലാണ്. സാധാരണ അടിയന്തര പ്രമേയം നടത്താറുള്ളത് ഭരണപക്ഷത്തിന്റെ അടിയന്തരം എന്ന മട്ടിലാണ്. ഒരു വിഷയം എടുക്കും, അത് സർക്കാരിനെതിരായ ഒരു സംഗതിയായി മാറുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പല സംഭവങ്ങളും ഉദാഹരണമായിട്ടുണ്ട്. എപ്പോഴും അടിയന്തര പ്രമേയവുമായി എഴുന്നേറ്റാൽ അല്ലെങ്കിൽ നിയമസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ മുഖ്യമന്ത്രി, മകൾ, മരുമകൻ എന്ന് പറയാതെ ഇരിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ് മാത്യു കുഴൽനാടൻ. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ അത് പറയാൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്നാണ് ഇന്ന് തെളിഞ്ഞത്. അടിയന്തര പ്രമേയത്തിൽ വന്യജീവി ആക്രമണങ്ങളാണ് വിഷയമായി അദ്ദേഹം എടുത്തത്. ഈ ചർച്ച മുഴുനീളെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് UDF നയിക്കും വിധത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ സങ്കടം ഉൾച്ചേർന്നതാണ്. അതായത് UDF ഒരു മലയോര ജാഥ പ്ലാൻ ചെയ്തിരുന്നു. വനം നിയമത്തിലെ ചില ഭേദഗതി സാധ്യത ബില്ലായി അവതരിപ്പിക്കുകയും അതിൻ്റെ ഡ്രാഫ്റ്റ് കരട് പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയും 30 ദിവസത്തിനുള്ളിൽ അഭിപ്രായ രൂപീകരണത്തിന് അഭിപ്രായം തേടുകയും പിന്നീട് അതിനു മുമ്പ് തന്നെ അഭിപ്രായം അനുകൂലമല്ല എന്ന് കണ്ട് LDF സർക്കാർ അത് പിൻവലിക്കുകയും ചെയ്ത ഒരു സംഗതി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ മലയോര ജാഥ പ്ലാൻ ചെയ്തു തന്നെ ഈ നിയമം വരും, അതിൻ്റെ മുകളിൽ ഉണ്ടാക്കാനിടയുള്ള വലിയ രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു വലിയ പ്രതീക്ഷയിലാണ്. എന്നാൽ ഈ നിയമം അമ്പേ ഇല്ലാതായി, അതിൻ്റെ വേര് തന്നെ അറുത്തു. അങ്ങനെ ഒരു പരിപാടിയെ ഇല്ല എന്ന് തീരുമാനിച്ചതോടെ ഈ യഥാർത്ഥത്തിൽ മലയോര ജാഥ, സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന മലയോര ജാഥ പെരുവഴിയിലായിരിക്കുകയാണ്. അതിനിടയിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയും, അതിൻ്റെ സാധ്യത എന്താണ് എന്ന അന്വേഷിക്കുന്ന ഒരു അടിയന്തര പ്രമേയമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കണ്ടത്. വന്യജീവി ആക്രമണം, അതുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന് പറഞ്ഞ് തുടങ്ങിയ മാത്യു കുഴൽനാടൻ എന്നാൽ ആ നിയമത്തെക്കുറിച്ച്, ഇല്ലാത്ത ആ നിയമത്തെക്കുറിച്ചാണ് പറയാൻ കൂടുതൽ സമയം ചെലവഴിച്ചത്. അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റ് കാണാതെയാണോ ആ ഭേദഗതി നിയമം പബ്ലിഷ് ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ബാക്കി ഈ കരനാഥന്മാരായി മുന്നിലിരിക്കുന്ന മന്ത്രിമാർ എല്ലാവരുടെയും കയ്യിൽ ഈ കടലാസ് കഷ്ണം എത്തിയതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത്. കുറഞ്ഞ പക്ഷം ഞാൻ ചോദിക്കട്ടെ, മലയോര മേഖലയെ പ്രതികരിക്കുന്ന എന്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ റോഷി അഗസ്റ്റിൻ, അങ്ങയുടെ കയ്യിൽ ഇത് വന്നതല്ലേ? മലയോര മേഖലയുടെ വേദന അറിയാത്ത ആളാണോ അങ്ങ്? അങ്ങടക്കം അപ്രൂവ് ചെയ്തിട്ടല്ലേ? മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ല എന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സർ, UDF ആയിരുന്നപ്പോ, KM മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുമായിരുന്നു. ഇതുകൂടാതെ കേരള കോൺഗ്രസിനിട്ടും നല്ല താങ്ങി മാത്യു കുഴൽനാടൻ. കേരള കോൺഗ്രസിന് ഈ UDF-ലായിരിക്കുമ്പോ എത്ര ശബ്ദമുണ്ടായിരുന്നു സാർ? അവരെ KM മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് UDF സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമായിരുന്നു. അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് വന്യജീവി ആക്രമണം, പറഞ്ഞു വന്നത് വനം നിയമം, ഇല്ലാത്ത ആ പിൻവലിക്കപ്പെട്ട വനം നിയമത്തെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്ന് പിൻവലിക്കപ്പെട്ട വനം നിയമം. എന്നിട്ട് ഇപ്പൊ ചീത്ത പറയുന്നത് കേരള കോൺഗ്രസിനെതിരെ. കുഴൽനാടൻ ഗംഭീരാണല്ലോ. നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത്? ഈ വനം നിയമ ഭേദഗതിയൊക്കെ പിൻവലിച്ചു, ഇവിടെ പറയേണ്ട കാര്യം എന്താ? വനം നിയമ ഭേദഗതി അവതരിപ്പിച്ച അത് ഇല്ലാത്തതല്ലേ? പിൻവലിച്ച കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പിൻവലിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം? നിങ്ങളുടെ എല്ലാ പ്രകടനവും നടത്തേണ്ട വേദിയല്ല ഇത്. ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ. എന്നാലും കുഴൽനാടനല്ലേ, മൂപ്പരുടെ ഒരു ശൈലി അങ്ങനെയാണ്. ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ. എഴുതി തന്ന വിഷയം എന്താ? നിങ്ങൾക്ക് ഡിമാൻഡിന്റെ കാര്യം പറയാം. വനം നിയമ ഭേദഗതി പിൻവലിച്ചതാണ്, അതിവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതി തന്നെന്താ? നിങ്ങൾ എഴുതി തന്ന കാര്യം ഇവിടെ ഉണ്ട്. വനം വന്യജീവി ആക്രമണം എഴുതി തന്നത് ഇത് നിങ്ങൾ എന്തും വിളിച്ചു പറയാനാണോ? സ്പീക്കർ പറയുന്നതായിട്ട് തോന്നും കുഴൽനാടൻ എപ്പോഴും വിഷയത്തിൽ അടങ്ങി ഒതുങ്ങി സംസാരിക്കുന്ന ആളാണെന്ന്. കുഴൽനാടന്റെ കാര്യം സ്പീക്കറിന് മാത്രമല്ല സഭയിൽ എല്ലാവർക്കും അറിയാം. മൂപ്പര് എണീറ്റാൽ മുഖ്യമന്ത്രി, മകൾ, മരുമകൻ എന്ന് പറയാണ്ടിരിക്കില്ല. ഇത്തവണ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇതല്ലേ പറഞ്ഞുള്ളൂ. വന്യജീവി ആക്രമണം എന്ന് പറഞ്ഞിട്ട് വനം നിയമത്തെക്കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ, കേരള കോൺഗ്രസിനെ കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ. അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം എങ്കിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കോട്ടെ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ. നയപ്രഖ്യാപനത്തിൽ പ്രസംഗിച്ചോ? യെസ് അവിടെ ഇരിക്ക്, പ്ലീസ് അവിടെ
ഇരിക്കുക. ഇത് fair ആയി. പ്ലീസ് അവിടെ ഇരിക്കണം. യെസ്, അങ്ങ് കണ്ടിന്യൂ. യെസ്, അങ്ങ് കണ്ടിന്യൂ. കണ്ടിന്യൂ ചെയ്യാൻ പോയപ്പോൾ എന്താ പറഞ്ഞത്, എവിടെയാ നിർത്തിയത് എന്ന് കുഴൽനാടൻ എന്നെ പിടുത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. സർ വന്യജീവി ആക്രമണം. വന്യജീവിയുടെ അക്രമവുമായി ബന്ധപ്പെടാത്തതാണ് സർ വനനിയമം പരാമർശിക്കാൻ പാടില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പൊള്ളുന്ന എന്തുകൊണ്ടാണ്? അതിന് ഗവൺമെന്റ് ഇത് പ്രാഥമിക ഘട്ടത്തിലെ പിൻവലിച്ചില്ലേ? ഇനിയിപ്പം ഇത്രയും രോഷം കൊണ്ടിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? പൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സർ. അവർക്ക് പറയാൻ കഴിയും അവരല്ലെന്ന്. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു എന്നാണ് അന്നേരം വാർത്തയിലൊക്കെ കണ്ടത്. മുഖ്യമന്ത്രി അങ്ങ് പറയരുത്, അങ്ങ് അറിയാതെയാണ് കാണാതെയാണെന്ന്. അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ഒരു കാര്യം എക്കും ചുക്കും അറിയില്ലെന്നാ. ഇതുപോലൊരു നിയമം വരുമ്പോ അതുകൊണ്ട് അത് ഞങ്ങൾ പറയും. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഇല്ലാത്ത നിയമത്തിന്മേലാണ് ഈ ചർച്ചയൊക്കെ. ഞാനിവിടെ പരാമർശിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ഞാൻ പിൻവലിക്കാം. ഞാൻ ചോദിക്കുന്ന വന ഭേദഗതി നിയമം ഈ ഇരിക്കുന്ന മന്ത്രിമാർ കാണാതെ അറിയാതെയാണോ വന്നത്? നിയമം എന്നല്ല, ഡ്രാഫ്റ്റ് തന്നെ ഇല്ലാണ്ടായി. പബ്ലിക്കിനോട് അഭിപ്രായം ചോദിച്ചു, ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. അഭിപ്രായം അനുകൂലമല്ലാത്തതുകൊണ്ട് പിൻവലിക്കുന്നു എന്ന് സർക്കാർ പറഞ്ഞ് അവരൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു. ആ മലയോര ജാഥയെ പെരുവഴിയിലായി പോയി കേട്ടോ. ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. എല്ലപ്പ കുഴൽനാടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടത്തുകയാണ്. എന്താ? പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ നടത്തുകയാണ്. അതാണ് സംഭവം. ഈ നിയമം വരാൻ പോകുന്ന സൂചന കണ്ടപ്പം ഇത് വരുന്നത് വരെയുള്ള സമയം കൃത്യമായി ഉപയോഗിക്കാനുള്ള ഒരു സമരം, മലയോര ജാഥ, അത് നൈസായിട്ട് പാളിപ്പോയി. ആ നിയമം തന്നെ ഇവന്മാർ പിൻവലിച്ചു കളഞ്ഞു. എന്നാൽ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഒരു ജാഥ സംഘടിപ്പിക്കുമ്പോൾ ആ ജാഥയുടെ മുദ്രാവാക്യം ഉണ്ടാക്കുന്നത് ശരിയാണോ? എന്തായാലും കുഴൽനാടൻ മുതൽ സതീശൻ വരെ പെട്ടു. സതീശനാണ് ലീഡർ. ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കിയ ഒരാൾ സാക്ഷാൽ AK ശശീന്ദ്രനാണ്, വനം മന്ത്രി. മൂപ്പര് ഒരു പണി കൊടുത്തയാന്നാണ് പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ തെറ്റിദ്ധാരണകൾ പരത്തുന്ന നിരവധി വാദഗതികൾ ഉയർന്നു വന്നു. ആ തെറ്റിദ്ധാരണകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിങ്ങളൊരു ശ്രമം നടത്തി. അത് പൊളിഞ്ഞു പോയതിൽ അങ്ങേക്ക് നിരാശയുണ്ടായതിൽ ഞാനെന്ത് ചെയ്യാനാണ്? ഒരു കാര്യം പിൻവലിച്ചാൽ, ജനകീയ അഭിപ്രായം മാനിച്ച് പിൻവലിച്ചാൽ അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ അഭിപ്രായം മാനിക്കുന്ന ഒരു ഗവൺമെന്റാണ് എന്നൊരു അഭിനന്ദനം അങ്ങയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ശശീന്ദ്രൻ മന്ത്രി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത പണിയാന്നാണ് തോന്നുന്നത്. ഒരു നിയമം വരുന്നു എന്ന് പറയാ, അത് കണ്ട് UDF ഒരു ജാഥ പ്ലാൻ ചെയ്യുക, അതിൻ്റെ ഇടയിൽ ആ നിയമം പിൻവലിക്കുക. അപ്പൊ ജാഥ പാളിപ്പോയില്ലേ? ഇത് വല്ലാത്ത ചെയ്ത്തായിപ്പോയി. എന്തായാലും ശശീന്ദ്രന് പിന്നാലെ റോഷി അഗസ്റ്റിനും ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മുടെ ഈ സഭ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മലയോര മേഖലയിലെ സുപ്രധാനപ്പെട്ട വിഷയമായിരുന്നു 960 ഭൂവിനിയോഗ ഭേദഗതി നിയമം. ആ നിയമം ഈ സഭയിൽ വന്നപ്പോൾ എത്രയോ ബില്ലുകൾ ആ സഭയിൽ വന്നു. ആ സുപ്രധാനപ്പെട്ട ബില്ലുകളിൽ ഈ ബില്ല് എടുത്ത സമയത്ത് അവതരിപ്പിച്ചപ്പോൾ തടസ്സവാദം ഉന്നയിച്ച് ഈ അവകാശം തകർക്കാൻ ശ്രമിച്ച അംഗം ശ്രീ മാത്യു കൊടനാടനായിരുന്നു എന്നുള്ളത് വിസ്മരിക്കരുത്. ഇതുകൂടാതെ മലയോര ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ കേരള കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയെന്നും അഭയം നൽകിയത് പിണറായി വിജയനാണെന്നും കൂടി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കവിത എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഒരു സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമാകാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് കണ്ടിച്ച് താഴേക്ക് വെച്ചു. ഞങ്ങൾ മലയോര കർഷകരും പെരുവഴി നിൽക്കണോ? ആ മലയോര കർഷകരെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ഈ പിണറായിയും കൂട്ടരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ പിണറായി സർക്കാരിനോടൊപ്പം ഇന്നതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിൽ 100% വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ കണക്ക്. ചുരുക്കത്തിൽ അടിയന്തര പ്രമേയം അവസാനിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ അടിയന്തരമായിപ്പോയി. ഇത് വല്ലാത്തൊരു അടിയന്തര പ്രമേയം ആയിപ്പോയി. എന്തായാലും ഇത്രയായില്ലേ, അപ്പോൾ നമ്മൾ ജാഥേന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് കാര്യം അവസാനിപ്പിക്കാമെന്ന് VD സതീശൻ തീരുമാനിച്ചു. ഞങ്ങൾ UDFന്റെ നേതൃത്വത്തിൽ ഈ 25-ാം തീയതി മുതൽ ഫെബ്രുവരി 5-ാം തീയതി വരെ മലയോര സമരയാത്ര നടത്തുന്നത്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് ഐഡന്റിഫൈ ചെയ്ത് സമരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ സമരം ചെയ്ത്, നേടിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നേടിയെടുത്ത് മലയോര ജനതയോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സമര പരിപാടിയാണ്. എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. നല്ല ബുദ്ധി തോന്നിയത് നന്നായി. ഇല്ലെങ്കിൽ അയമേൽ പിടിച്ചു കയറി സതീശേട്ടൻ ഇനി വല്ല പേപ്പറും വലിച്ചെറിഞ്ഞ് ചീത്തയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുമായി മൊത്തത്തിൽ അലങ്കോലാവണ്ടല്ലോ. ജാഥേൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പക്ഷെ ജാഥക്ക് ആകെയുള്ളൊരു കുഴപ്പം ഇതാണ്, ആ ജാഥ എന്തിനാണ് സംഘടിപ്പിച്ചത്? ആ മുദ്രാവാക്യം ഇല്ലാണ്ടായിപ്പോയി, നമ്മളെ നിയമം അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. സാരില്ല, സതീശേട്ടൻ്റെ ജാഥ ഗംഭീരമായി മുന്നോട്ട് പോട്ടെ.
എന്തായാലും ഇവിടുന്ന് ചെന്നിത്തലയോടൊക്കെ തർക്കിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലത് വല്ല ജാഥയും നടത്തിയിട്ട് വരുന്നത് തന്നെയാണ്. ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.